അപ്പോൾ എല്ലാവർക്കും ഈ വണ്ടേക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയൊരു ടേബിൾ ഫാനാണ്, കുഞ്ഞു ടേബിൾ ഫാനാണ്. നമ്മൾ മൊബൈലിൻ്റെ നമ്മുടെ വൈബ്രേറ്ററിൻ്റെ മോട്ടർ എടുത്താണ് നമ്മൾ ഫാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കൊരു പണി നേരെ നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞി ഫാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പഴയ മൊബൈൽ വീട്ടിൽ കിടപ്പുണ്ടായി, അതിൻ്റെ വൈബ്രേറ്ററിൻ്റെ മോട്ടർ എടുത്തിട്ടാണ് നമ്മൾ ഈ ഫാൻ ഉണ്ടാക്കുന്നത്. നമുക്കത് അഴിച്ച് എടുക്കാം. നമുക്ക് ഇതാണ് അതിൻ്റെ മോട്ടർ. അപ്പോൾ അതിൻ്റെ തുമ്പത്ത് ഒരു ചെറിയൊരു വൈബ്രേറ്ററിന് വേണ്ടി ഒരു ചെറിയൊരു മെറ്റൽ പീസ് ഉണ്ട് അതുമ്മ. അപ്പോൾ നമ്മളത് റിലീസ് ചെയ്ത് കളയണം. അത് ഇതിപ്പോൾ നമ്മൾ ഇത് ഇത്രയുള്ള ലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൗണ്ട് വരച്ചേക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും വെച്ചിട്ടാണ് ഈ ലീഫ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഒറ്റ അളവിൽ കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഇത് ഭയങ്കര ചെറുതെന്നുണ്ടെങ്കിൽ ഇത് കൈ പോലും എടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അത് അത്രയ്ക്ക് ചെറുതാണ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഈ സാധനം അങ്ങോട്ട് മൂന്നാക്കി ഭാഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഇതിൽ പശിട്ട് കൊടുക്കാൻ വേണം. അപ്പോൾ അത് സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സാധനം ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മളത് എടുക്കും. അത് അപ്പോൾ നമ്മുടെ ലീഫിൻ്റെ പണിയൊക്കെ തീർന്നൊക്കെയാണ്. നമ്മളൊരു മാസ്കിൻ്റെ പൊട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാണ് ഈ സാധനം ചെയ്തത്, അല്ലെങ്കിൽ മൊബൈലായിട്ട് ഒട്ടിപ്പോവും. അതുകൊണ്ട് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ നൈഫ് വെച്ചിട്ട് ആ സാധനം നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ട് നമ്മൾ പയ്യനെ അതുമേന്ന് നമ്മൾ റിലീസ് ചെയ്തെടുക്കുകയാണ് സാധനം. അപ്പോൾ നമ്മുടെ ലീഫിൻ്റെ പണി ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഇതുമ്മ പിടിപ്പിക്കണം, ഷാഫ്റ്റ് പിടിപ്പിക്കണം. അത് വലിയൊരു പാടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ചെറിയൊരു ഹോൾ അടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പശയിൽ തന്നെ ഒട്ടിച്ചളയണം സാധനം. അല്ലാണ്ട് നമുക്കൊന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ മോട്ടർ ഇരിക്കാനുള്ള ഒരു കവർ വേണം, ബാക്ക് വശം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു പേനയുടെ ബാക്ക് വശം കൊടുക്കുന്നത്. അതിൻ്റെ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഒരു ഗ്രില്ല് പോലെയൊക്കെ ഒരു പ്ലസ് ആകൃതിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഷേപ്പ് പോണ്, നല്ല ഭംഗിയുമാണ് അത് കാണാനായിട്ട്. കറക്റ്റായിട്ടത് ഇതായിട്ട് പോയിക്കോളും. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നേരെ മോട്ടർ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇത്തിരി ഗ്ലൂ ഒഴിച്ചിട്ട് നമ്മൾ ആ സാധനം അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ചെറിയ ഹോൾ ഇടുന്നുണ്ട്, അത് താഴത്തേക്ക് അതിൻ്റെ വയറിറങ്ങി പോരാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ മോട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ട, അതായത് നമ്മൾ ചെറിയ ഹോളിൽ കൂടി വയർ എടുത്തിട്ട് നമ്മളത് ആ മോട്ടറുമ്പോൾ ചെറുതായിട്ടൊന്ന് സോൾഡർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ സോൾഡറിങ് എല്ലാം കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നേരെ നമ്മൾ മോട്ടർ കയറ്റി വെച്ചൊക്കെയാണ്. ഇനി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ ഒഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് വെറുതെ ടൈറ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മോട്ടർ അതിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ട് നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ചെറിയൊരു മരത്തിൻ്റെ പീസ് എടുത്തേക്കാണ്. അത് ഇനി നമ്മൾ ചെത്തി നല്ല ആ സ്റ്റാൻഡിൻ്റെ ആകൃതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം സാധനം. അപ്പോൾ നമ്മുടെ ആ സ്റ്റാൻഡിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നല്ല രസമായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ട് നമുക്ക് ചെറിയൊരു പ്ലേറ്റ് പോലെ വേണമല്ലോ, എന്നാലും മാത്രമേ അതിൻ്റെ ബാലൻസ് ഇതേ. അപ്പോൾ നമുക്ക് ഇനി PVC പൈപ്പ് ചൂടാക്കിയിട്ട് നമ്മളൊരു ഇതിൽ വെച്ചാണ് അമർത്തി അടിയിലെ ഭാഗം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇനിയിപ്പോൾ നമ്മൾ ഗ്രില്ല് ഉണ്ടാക്കാൻ പറ്റും. ഗ്രില്ല് നമ്മൾ എടുത്തേക്കുന്നത് ചെമ്പൊമ്പിയാണ്. അപ്പോൾ അത് സോൾഡർ ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമാണല്ലോ. അത് വലിയ പാടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുത്തുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാമത് ഭയങ്കര ചെറുതാരണം. ഇതൊക്കെ സോൾഡർ ചെയ്ത് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതൊക്കെ. അതായത് ഒന്നാമത്തെ ഒരുപാട് നേരം ചൂടാക്കിയിട്ട് ഇപ്പുറത്തെ കമ്പി വിട്ടു. അതാണ് ഏറ്റവും വലിയ ഇടം. അപ്പോൾ കുറേ ചൂടാക്കിയാണ് ഞാൻ സോൾഡർ ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഗ്രില്ലിൻ്റെ പണി ഇനി നമുക്ക് അവിടെ തീർക്കാനാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ പണി ഇപ്പോൾ തീർന്നേക്കാണ്. ഇനി ബാക്ക് സൈഡ് കൂടി ഉണ്ടാക്കാണ്ട്. അപ്പോൾ ഇനി ഒന്ന് ക്ലിയർ ചെയ്യണം. സാൻഡ് പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ഒന്ന് ക്ലിയർ ചെയ്യാണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ ആ മരത്തിൻ്റെ പീസ് മുറിച്ചെടുത്തിട്ടാണ് എന്നിട്ട് നമ്മൾ ചെയ്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഒരു ഹോൾ അടിച്ചിട്ടുണ്ട്. അതായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയറ് പുറത്തു കൂടി അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ കയറി പോരാൻ വേണ്ടിയാണ് നമ്മൾ ആ ഹോൾ അടിച്ചേക്കണം. ഇനി നമുക്ക് ഇതാണ് നമ്മൾ ആ PVC പൈപ്പിൻ്റെ അടിവശം എടുത്തേക്കണം. അതുമേ നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്യണത്. എന്നിട്ട് നമുക്ക് ഇനി ഈ സാധനം മൊത്തത്തിൽ സെറ്റ് ചെയ്യാൻ കാണും. അപ്പോൾ നമ്മുടെ 2 ഗ്രില്ല് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അഴിച്ചെടുക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കണത്. ഒറിജിനൽ ഫാൻ്റെ രീതിയിലാണ് ഉണ്ടാക്കണത്. ഇനി നമുക്ക് ഈ സാധനം ഇപ്പോൾ നമ്മൾ ഗ്രില്ല് അതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് കയറുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണത്. ആ ഫാൻ്റെ ബാക്ക് വശം കയറിയിരിക്കാനായിട്ട് നമുക്കിത് മൊത്തം അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ അങ്ങോട്ട്. ഇനിയിപ്പോൾ നമ്മൾ പെയിൻറ് അടിക്കാൻ പോയാണ്. പെയിൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യൂടെക്സ് ആണ് എടുത്തേക്കണത്. ബ്ലാക്ക് ക്യൂടെക്സ് എടുത്തേക്കണത്. അതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാൻ പോണത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് അടിച്ച് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ലീഫ് ഫിറ്റ് ചെയ്യാൻ പോണത്. ഇനിയിപ്പോൾ ഇനിയാണ് ഏറ്റവും വലിയ ഇടങ്ങേറായ സംഭവം. നമ്മൾ ലീഫ് ഫിറ്റ് ചെയ്യാൻ വേണം. അത് വലിയ പാടാണ് സെറ്റ് ചെയ്യില്ല. അതെന്നുണ്ടെങ്കിൽ ഒരുപാട് പശ കൂടി പോയിട്ടുണ്ടെങ്കിൽ മോട്ടോർ ഇറങ്ങില്ല. അതിന് മാത്രം ചെറിയ മോട്ടറാണ് എടുത്തേക്കണത്. ഇനിയിപ്പോൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഈ സാധനം ലീഫ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് പൗരുമുക്കാൽ പണി കഴിഞ്ഞേക്കാണ്. അപ്പോൾ നമ്മുടെ ഫാൻ്റെ എല്ലാ പണിയും തീർന്നേക്കാണ്. ഇനിയിപ്പോൾ 2 ഗ്രില്ലും കൂടി വെച്ചിട്ട് ഒരു ചെറിയൊരു ലോക്ക് സിസ്റ്റം കൂടി ചെയ്യേണ്ടത്. അത് ഫ്രണ്ടിലത്തെ ഗ്രില്ല് പുറത്തേക്ക് പോരാണ്ടിരിക്കാൻ വേണ്ടി ചെറിയൊരു ലോക്ക് സിസ്റ്റം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധനം വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് നോക്കി. ഭയങ്കര സ്പീഡാണ് കേട്ടോ. ഒരു ചെറുതായിട്ട് കാറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്പീഡും ഉണ്ട്. എന്തായാലും നല്ല സൂപ്പറായിട്ട് സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലൊക്കെ ഈ ഗ്രില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചെറിയ ഗ്രില്ലാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ മുട്ടാണ്ട് നമ്മൾ ഒരുപാട് കറക്റ്റ് അലൈൻമെൻറ്റ് വരെയും കറക്റ്റാക്കിയിട്ടാണ് ഈ ഫാൻ്റെ ആ ലീഫ് നമ്മൾ സെറ്റ് ചെയ്തത് തന്നെ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരിക്കോളം മുട്ടുവന്നെ അപ്പോൾ ഒന്നും അത്രക്ക് ചെറുതാണ് ആ ഗ്രില്ല് നമ്മൾ ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.